ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു മസാല കപ്പലണ്ടി തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മസാല കപ്പലണ്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് നിലക്കടലയാണ്. കപ്പലണ്ടി പച്ച കപ്പലണ്ടിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് നിറയെ 200 ഗ്രാമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ വറുത്തതും എടുക്കാവുന്നതാണ്. നിലക്കടല എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇച്ചിരി കളർ ഉണ്ടാവും, എരിവ് അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല നമ്മുടെ അടുത്ത് എരിവുള്ള മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 2 പിഞ്ച് അളവിൽ തന്നെ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ നിലക്കടലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മാവ് ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലമാവ് ഇത് ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ വറുത്ത പച്ചരിപ്പൊടിയും കൂടി ചേർക്കാം. ഈ 2 മാവും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ഓരോ നിലക്കടലയിലും മസാല കോട്ട് ചെയ്തിട്ടുണ്ടാവാനായിട്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, അതുപോലെ തന്നെ തീരെ വെള്ളം കുറഞ്ഞിട്ടിരിക്കാനും പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് നേരെ ചൂട് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. എണ്ണ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ കുറച്ചും നിലക്കടല കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിടാവുന്നതാണ്. കട്ടയായിട്ട് അങ്ങനെ ഇടരുത്. പകരം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മാക്സിമം 1-2 ഒക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം കേട്ടോ ഇടാനായിട്ട്. ഞാനിപ്പോൾ പകുതി അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് നിലക്കടല ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് നമ്മൾ നിൽക്കരുത് പൊരിക്കാനായിട്ട്. എങ്കിൽ പിന്നെ അതിൻ്റെ പുറം ഭാഗത്തുള്ള മസാല കംപ്ലീറ്റ് ആയിട്ട് മുരിഞ്ഞു പോകും. അകത്ത് നമ്മുടെ കപ്പലണ്ടി നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു അല്പ സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാല കപ്പലണ്ടിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടി നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ നമുക്ക് എടുക്കാൻ സമയത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 വെളുത്തുള്ളി അല്ലി ചതച്ച് ചേർക്കാം. കൂടെ ഒരു അല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ മസാല പിന്നിട്ട് തയ്യാറാക്കി നമുക്കൊരു എയർടൈറ്റായിട്ടുള്ള ബോട്ടിലിൽ ഒരാഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇച്ചിരി എരിവോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ മസാല പിന്നിട്ടുണ്ടാകുന്നത്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.